ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ചാറോട് കൂടിയിട്ടുള്ളൊരു മീൻ കറി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മങ്കട മീൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നേരത്തെ ഇതേ മീൻ കൊണ്ട് തന്നെ വേറൊരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ 1 കിലോ മീനുണ്ട്. തൊലിയൊക്കെ ഉരിച്ച് വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ടോ വലിയ കഷ്ണങ്ങളായിട്ടോ മുറിച്ചെടുക്കാം. ഒരുവിധം വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതിനു വേണ്ടി 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. കുറച്ച് കുടമ്പുളി നന്നായിട്ട് കഴുകിയ ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ വെള്ളം ഒഴിച്ച് ഇത് കലക്കിയെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 1 കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 7-8 വെളുത്തുള്ളിയും അതേപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചത്, 3 പച്ചമുളക് ഒന്ന് പിളർത്തിയിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയ ശേഷം കുറച്ച് ഉലുവയും കൂടെ ചേർക്കാം. അതൊന്ന് ചുവക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ കളറൊന്നും പോകുന്ന മാതിരി വഴറ്റണ്ട, അതിൻ്റെ പച്ചമണം ഒന്ന് പോകണമെന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ പിളർത്തി വെച്ചിരിക്കുന്ന ആ പച്ചമുളകും കൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. പിന്നീട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ തീ ഏറ്റവും കുറച്ചാണ് വെച്ചിട്ടുള്ളത്. ഈ ചൂടിൽ തന്നെ മുളക് നന്നായിട്ട് മൂത്തോളും. കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് 1/4 ടീസ്പൂൺ അളവിൽ കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ പൊടിയുപ്പ് ചേർക്കാം. ഇനി ഇത് നല്ലപോലെ തിളച്ചൊന്ന് വറ്റുന്ന വരെ നമുക്കിത് അടച്ച് വയ്ക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മീൻ കഷ്ണങ്ങൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. ഈ മീൻ വറക്കാനും അതുപോലെ തേങ്ങ വറുത്തരച്ച് കറി വയ്ക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ കുറച്ച് ചാറായിട്ടുള്ളൊരു മീൻ കറിയാണ് വയ്ക്കാൻ പോകുന്നത്. ചീനിയൊക്കെ വേവിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ തൊട്ട് കഴിക്കാൻ നല്ല രുചിയാണ്. കുറച്ച് പുളി മുന്നോട്ട് നിൽക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. ഇപ്പോഴൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പും പുളിയും എരിവൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയ ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ പൊടിച്ചതും കൂടെ ഇപ്പോൾ ചേർക്കുന്നത്. പുളിയൊക്കെ നന്നായിട്ടുണ്ട്, പിന്നീട് ചേർത്തിട്ടുമില്ല. ഇറക്കി വെച്ച ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതുപോലെ കുറച്ച് വലിയ മീനുകളൊക്കെ കറി വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അത് എടുക്കണം. അപ്പോഴാ കഷ്ണത്തിൽ നന്നായിട്ട് എരിവും പുളിയൊക്കെ പിടിക്കത്തുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മീൻ കറിയാണ്. കറിക്ക് പകരമായിട്ട് ഒഴിച്ചും കഴിക്കാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്